ഇന്ന് പൂക്കുട്ടൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ടൈം കിട്ടിയിരിക്കുന്നത് 12 മണിക്കാണ്. ഒരു 20 മിനിറ്റ്സ് ബിഫോർ നമ്മളവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂക്കുട്ടൻ പാല് കുടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വാക്സിനേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ബർത്തിൽ നമുക്ക് വാക്സിൻ എടുക്കും. പിന്നെ 2 മന്ത്, 4 മന്ത്, 6 മന്ത്, പിന്നെ 1 ഇയർ. 1 ഇയറിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വാക്സിനേഷൻ വരുന്നത് 1.5 ആൾക്കറിയില്ല ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണെന്ന്. ആൾ ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആൾക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ നമുക്ക് പിന്നെ ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ നിന്ന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസിലും കവർ ആവണമെന്നില്ല വാക്സിൻ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പൈസ അവിടെ പേ ചെയ്യണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 110 ദിർഹംസ് കൊടുത്തിട്ട് നമുക്ക് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പോയാൽ മതി. ആളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ക്ലിനിക്ക്. ഒരു 15 മിനിറ്റ് ഡ്രൈവാണ് വരുന്നത്. ബർഷയിലാണ് ക്ലിനിക്ക് ഉള്ളത്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ വേറെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അത് കൊറോണ വന്നിട്ട് പിന്നെ ക്ലോസായി, പിന്നെ ഓപ്പൺ ആക്കിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടി വന്നത്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ക്ലിനിക്കിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. ആളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. ഇരിക്കാൻ താല്പര്യമില്ല. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് കാഴ്ചകൾ കണ്ട് തന്നെ നിൽക്കാനാണ് ആളുടെ പരിപാടി. വലിയ ആളാണ് എന്നുള്ള ഒരു ഇതിൽ ഇരിക്കില്ല നമുക്ക്. പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയധികം ട്രാഫിക് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ബർഷയിൽ. നമുക്ക് ഉള്ളിൽ പാർക്കിംഗ് കിട്ടിയില്ല. പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ കാണുന്ന ബിൽഡിംഗ് തന്നെയാണ് നമ്മുടെ ക്ലിനിക്ക്. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അധികം ആൾക്കാരില്ലെന്ന് തോന്നുന്നു. പുറത്ത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇനി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എന്താണ് അവസ്ഥ. അത് അച്ഛനും മോനും ഓടിപ്പോകുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് അറിയാതെയാണ് പാവം പോകുന്നത്. നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്തു. നമുക്ക് മുന്നേ ഒരു 3 ആൾ വെയിറ്റിംഗ് ഉണ്ട്. 4മത്തെയാണ് നമ്മൾ. ആളിങ്ങനെ നോക്കുന്നുണ്ട്. പുതിയ സ്ഥലമായതുകൊണ്ട് എന്താണ് ആരൊക്കെ ഉള്ളത് എന്നൊക്കെ. തിരക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഓരോ മണിക്കൂറിൽ ഇത്ര ആൾക്ക് അപ്പോയിൻമെൻറ്റ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ തിരക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. പിന്നെ നമ്മളിവിടെ വാക്സിൻ എടുക്കാൻ വരുമ്പോൾ നമുക്ക് വേണ്ടത് എമിറേറ്റ്സ് ഐഡിയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റുമാണ് വേണ്ടത്. വേറെ നമ്മളിപ്പോൾ വാക്സിൻ എടുക്കുന്നതിന് നമ്മൾ പൈസയൊന്നും പേ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്കവിടെ ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ നിൽക്കണം. അപ്പോൾ താഴെ ഇറക്കി വെച്ചപ്പോഴും ആൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. ആൾക്കാരെ നോക്കുന്നുണ്ട്. പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോകണ്ടേന്ന് അറിയുന്നില്ല. നമുക്കവിടെ ഉള്ള ഓരോന്ന് ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഡോറിലെല്ലാം ഓരോ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ആൾ. അവനാണെങ്കിൽ ഭയങ്കര കെയർലെസ് ആയിട്ട് നടക്കുക. എന്താണ് ഒന്നും നോക്കൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ടേൺ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു മലയാളി നഴ്സായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്യാണ്. ഹൈറ്റും വെയിറ്റും എല്ലാം നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ തലയുടെ മെഷർമെൻറ്റ് അതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു.
അതിന് ശേഷമാണ് നമുക്ക് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ വാക്സിൻ എടുക്കുന്നതിനേക്കാളും മുന്നേ ഇങ്ങനെ എന്തൊക്കെയോ എന്താണെന്നറിയില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് കണ്ട സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ടാറ്റാ. ഫൈനലി വാക്സിനേഷൻ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമുക്ക് മലയാളി നഴ്സായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരിൽ നിന്നുള്ളൊരു ചേച്ചിയായിരുന്നു. ആൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 days ആൾക്ക് ചിലപ്പോൾ ഫീവർ ഉണ്ടാവാം, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ നല്ല പനിയായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാവും അറിയില്ല ഇനി. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി നമുക്ക് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാനുണ്ട്, പനിക്ക് കൊടുക്കാനുള്ളത്. വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പോകുന്ന വഴിയിൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മളോട് ഇവിടെ എത്ര ടൈം ഫുഡ് കഴിക്കും, അതുപോലെ എന്തൊക്കെ കഴിക്കും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ എവറി 2 months ചെക്കപ്പ് വരുന്നുണ്ട്. വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത മെഡിക്കൽ ചെക്കപ്പിന് പോകണം. ഓൾമോസ്റ്റ് നമ്മളപ്പോൾ വീടെത്താറായിട്ടുണ്ട്. ഞങ്ങളെ ഇനി വീട്ടിലാക്കിയിട്ട് വേണം ആദ്യം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ വേറെ എവിടെയും പ്രത്യേകിച്ച് കയറാനൊന്നും നിന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോഴും വരുമ്പോഴൊന്നും അധികം ട്രാഫിക് ഇല്ലായിരുന്നു. നമ്മളവിടെ ഒരു 1 hour അടുത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.